എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഞാനിത് 2 വിസിലടുപ്പിച്ചെടുത്തായിരുന്നു. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ഒരല്പം വെള്ളമൊഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇഡലി മാവാണ്. അതിലോട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒത്തിരി വെള്ളം പോലെ ആവാതെ ഒരിത്തിരി കട്ടിയിൽ വേണം ഈ ബാറ്റർ ഇരിക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, മല്ലിയില ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി സ്റ്റവിൽ വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലോട്ട് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ വെളിച്ചെണ്ണയോ അത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇനി അതിലോട്ട് ഓരോ സ്പൂൺ വെച്ച് മാവ് കോരി ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പം നമുക്ക് കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് അത് തിരിച്ചിടാം. ഇപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതിൻ്റെ 2 സൈഡും നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട്. ഈ സ്നാക്കിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടിയാണിത്. ഇപ്പോൾ ഇതിൻ്റെ 2 വശം നല്ലതുപോലെ തന്നെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ചട്നിയോ ചമ്മന്തിയോ ഒന്നും വേണമെന്നില്ല. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.